നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും സന്തോഷമായിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ അതിശക്തമായിട്ട് റാലി ചെയ്ത് മുകളിലേക്ക് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിട്ട് പോലും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക്, നിങ്ങളുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോ റെഡിലായിരിക്കുന്ന ചില സ്റ്റോക്കുകളുണ്ടായിരിക്കാം. ആ സ്റ്റോക്കുകളെ ഏതൊക്കെ സ്റ്റോക്കുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിന് എനിക്കറിയാവുന്ന രീതിയിൽ തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് എത്രയാണ്, തൊട്ടടുത്തുള്ള സപ്പോർട്ട് എത്രയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനാൽ നിങ്ങളുടെ കയ്യിൽ മാർക്കറ്റിങ്ങിന് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇപ്പോഴും റെഡിൽ കിടക്കുന്ന സ്റ്റോക്കുകളുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിന് മറുപടി പറയുന്നതായിരിക്കും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കണ്ടതിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അധികം വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല, തുടർന്ന് വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഈ ആഴ്ചയിലൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഓക്കെ. ഇനി അടുത്ത ആഴ്ചയിലേക്കുള്ള സ്റ്റോക്കുകൾ പറയാം. അതിന് മുന്നേ കഴിഞ്ഞ മാസം, അതായത് നമ്മൾ ദീപാവലി പിക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിൻ്റെ പേര് HEG ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ആണ്. ഈ ഇലക്ട്രോണിക് കമ്പോണൻസിൽ പെട്ട സെഗ്മെൻറ്റിൽ പെട്ട സ്റ്റോക്കാണ് HEG എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഇയർ ഹോൾഡിംഗ് പീരീഡ്, 1 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 66% പ്രോഫിറ്റാണ് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്ക് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് ദീപാവലി അതിൻ്റെ വെറും 47 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അതായത് ഒരു 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റേജ് നോക്കി നോക്കിയാൽ മുകളിലേക്ക് കയറി പോയിട്ടുണ്ടെന്ന്? ഓൾമോസ്റ്റ് ഒരു 28% അടുത്ത് ആ സ്റ്റോക്ക് റാലി ചെയ്ത് മുകളിലേക്ക് പോയി. നമ്മൾ ദീപാവലി പിക്സ് ആയിട്ട് ഒരേ ഒരു സ്റ്റോക്ക് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് HEG എന്നുള്ള സ്റ്റോക്ക്. 1550 റേഞ്ചിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് 1900 ഇന്ന് 8-ലാണ് ക്ലോസ് ചെയ്താണ്. 1960 വരെ പോയിന്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 400 പോയിന്റിൻ്റെ അടുത്ത് റാലി ചെയ്തുകൊണ്ട് 30% അടുത്ത് ഈ സ്റ്റോക്ക് റാലി ചെയ്ത് പോയിന്റ്. അതായത് വെറും 46 ദിവസം, 1.5 മാസം കൊണ്ടാണ് നമ്മൾ പറഞ്ഞ ദീപാവലി പിക്ക് 30% അടുത്ത് പ്രോഫിറ്റ് റണ്ണിങ് ആയി പോയത്. നമ്മൾ ഓരോ സ്റ്റോക്കുകൾ സ്റ്റഡി ചെയ്ത് വളരെയധികം സമയം എടുത്ത് എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റോക്കുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരു 5 മിനിറ്റ് ഉണ്ടാവാം, 10 മിനിറ്റ് ഉണ്ടാവാം. നിങ്ങൾ നിങ്ങൾ ആ 10 മിനിറ്റ് മാത്രമേ കാണുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഈ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അതിൻ്റെ ബാക്കിൽ കുറേ അധികം എഫർട്ട് എല്ലാവരും ഇടുന്നുണ്ട്. ഞാനും ഉൾപ്പെടെയുള്ള മറ്റേ ഏത് യൂട്യൂബേഴ്സ് ആയാലും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന വല്ല ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം. താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ദീപാവലി പിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് 30% അടുത്ത് പ്രോഫിറ്റ് റണ്ണിങ് ആണെന്നുള്ള സന്തോഷ വാർത്ത പറയുകയാണ്. ഒപ്പം നമ്മളൊരു സ്റ്റോക്ക് IEX എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 1-2 മാസമായി പറഞ്ഞിട്ട് ആ സ്റ്റോക്ക് പറഞ്ഞതിന് ശേഷം കുറച്ച് കാലം ഒത്തിരി അധികം താഴോട്ട് പോയിട്ട് ആളുകൾ പല സമയത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് IEX എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താ പറയുക, സ്റ്റോക്ക് നമുക്ക് പറയാം, നമുക്ക് കുറച്ച് സാവകാശം അതിന് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആ സ്റ്റോക്ക് എത്ര 18% അടുത്ത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് 163 ടാർഗറ്റ് എത്തിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ആ സാധനം 163 എത്തിയപ്പോൾ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ ഓപ്പണായിട്ട് പറയുകയാണ്. ഇന്ന് ഞാൻ 163 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആ സ്റ്റോക്കിൻ്റെ ഹൈ 172.50. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആ സ്റ്റോക്ക് റാലി ചെയ്ത് പോയി നോക്കിക്കേ. നല്ലൊരു റാലി കിട്ടിയിട്ടുണ്ട്. ഒരു 25% അടുത്ത് 172.50 ബുക്ക് ചെയ്ത ആളുകൾക്ക് ഒരു 22% അടുത്ത് 1 മിനിറ്റ് 25% അടുത്ത് റാലി ചെയ്ത് പോയിന്റ് സ്റ്റോക്ക്.
ഓക്കെ. അപ്പോൾ ചില സ്റ്റോക്കുകൾ നമ്മൾ പറഞ്ഞാൽ പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച തന്നെ അടിച്ച് പൊളിച്ച് മുകളിലേക്ക് പോകണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല. ചില സാങ്കേതിക കാരണങ്ങളും മാർക്കറ്റിൻ്റെ സിറ്റുവേഷനുകളും അനുസരിച്ച് ചിലപ്പോൾ താഴോട്ട് കുറച്ച് ദിവസം ഈ പോകാം. ചില സമയങ്ങളിൽ കൺസോൾട്ടേഷൻ മൂഡിൽ നിന്നിട്ട് അതിന് ശേഷം മാത്രമാണ് മുകളിലേക്ക് പോകുള്ളൂ. ആ ഒരു കാര്യം നിങ്ങളടുത്ത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് IEX എന്ന സ്റ്റോക്ക് പറഞ്ഞത്. ആ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടായിരുന്ന ടാർഗറ്റ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്തു. 18.12%. ഒരു 18% പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഈ IEXൽ ഞാൻ പറഞ്ഞ 163 ടാർഗറ്റ് ഫുൾ പ്രോഫിറ്റ് എടുത്തിട്ടുള്ള ആളുകൾ IEXൽ പ്രോഫിറ്റ് കിട്ടി തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്താണെന്നാണ്. ഓക്കെ. പിന്നെ HG എടുത്തിട്ടുള്ള ആളുകൾ, എൻ്റെ ദീപാവലിപ്പിക്കായിട്ടുള്ള HG എടുത്തിട്ടുള്ള ആളുകൾക്ക് സ്റ്റിൽ ഹോൾഡിംഗ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരും കമൻറ്റിൽ വന്നിട്ട് HG ഹോൾഡിങ്സിലാണെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അത് കേട്ടാൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ. ഞാൻ അധികം വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അടുത്ത ആഴ്ച 3 സ്റ്റോക്കുകളാണ് എടുത്ത് വെച്ചാണത്. ആദ്യം ആ സ്റ്റോക്കുകൾ ഞാൻ പറയാം. ആദ്യം പറയാൻ പോകുന്ന സ്റ്റോക്ക് ബ്ലാക്ക് റോസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 151 രൂപയിലാണ്. അപ്പോൾ ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ 151 രൂപയിൽ നിങ്ങൾക്ക് ബൈ എടുക്കാം. ടാർഗറ്റ് 173 വെക്കേണ്ടതാണ്. സ്റ്റോപ്പ് ലോസ് 142. അതായത് ഒരു 15% പ്രോഫിറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ പേര്, ബ്ലാക്ക് റോസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഓക്കെ. ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഈ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ പേര് മോട്ടോജൻ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഷോർട്ടായിട്ട് മോട്ടോജൻ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഫുൾ ഫോം പറയുകയാണെങ്കിൽ മോട്ടോജൻ ഫിനാൻസ്. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്കാണിത്. ബന്ധപ്പെട്ടമായ സ്റ്റോക്കാണ് മോട്ടോജൻ ഫിൻസ്. ഓക്കെ. 10 പൈസയിലാണ് ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉള്ളത്. 38 രൂപ 10 പൈസയിൽ. ഞാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് 50 രൂപയാണ്. സ്റ്റോപ്പ് ലോസ് 31 വെക്കേണ്ടതാണ്. അതായത് ടാർഗറ്റ് നമ്മൾ 50 എത്തുകയാണെങ്കിൽ ഒരു 31.5% നമുക്ക് കിട്ടും. ഒരു 2 മാസം വെയിറ്റ് ചെയ്താൽ മാത്രം മതി എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 മാസം കൊണ്ട് മോട്ടോജൻ ഫിൻ എന്ന സ്റ്റോക്കിൽ 38 ബൈ എടുത്ത ആളുകൾക്ക് 12 പോയിന്റ് ടാർഗറ്റ് കിട്ടും. അതായത് 31% പ്രോഫിറ്റ് കിട്ടാവുന്ന സ്റ്റോക്കാണ് മോട്ടോജൻ ഫിൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഓക്കെ. മൂന്നാമതായിട്ടും അവസാനമായിട്ടും പറയാൻ പോകുന്ന സ്റ്റോക്ക് ആസ്ട്രോൺ. നമ്മൾ ഷോർട്ടായിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും ആസ്ട്രോൺ. ഓക്കെ. ആസ്ട്രോൺ പേപ്പർ കമ്പനിയാണ്. കണ്ടെയ്നേഴ്സും ഒക്കെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യേണ്ട കമ്പനിയാണ് ആസ്ട്രോൺ എന്നുള്ള കമ്പനി. ഇത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് 32 രൂപ 45 പൈസയിലാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് 48ആണ്. സ്റ്റോപ്പ് ലോസ് 27 വെക്കേണ്ടതാണ്. അങ്ങനെ 48 ടാർഗറ്റ് ഹിറ്റ് ആവണമെങ്കിൽ ഒരു 48% ഈ പ്രോഫിറ്റ് ഈ സ്റ്റോക്കിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ഉണ്ട് കുറച്ച്. എന്നാലും നമ്മൾ സ്റ്റോപ്പ് ലോസിനോട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ടാർഗറ്റ് എത്രയാണ് അതിന് മാത്രം നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ മൂന്നാമതായിട്ട് പറഞ്ഞ സ്റ്റോക്ക് ആസ്ട്രോൺ എന്ന സ്റ്റോക്കാണ്. പിന്നെ കണ്ടെയ്നറും കാര്യങ്ങളും പാക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഓക്കെ. അപ്പോൾ 32 രൂപ 45 പൈസയിൽ ബൈ എടുക്കാം. 48 ടാർഗറ്റ് വയ്ക്കാം. 27 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇത്രയൊക്കെ ഈ വീഡിയോ വെച്ച് പറയാനുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറി കണ്ടതിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് പറയുകയാണ്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബൈ ഓൾ.